അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു. എന്റെ ഫോൺ നമ്പറിന്റെ അവസാനത്തെ 3 എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. എന്റെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്. ഹായ് ഫ്രണ്ട്സ്, ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരും എന്നെ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയണം. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ, ഒരു 10-26 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം കുറച്ച് ഒഫീഷ്യൽ ആയിട്ട്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്റെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്. മാളും തിരിപ്പ് കണ്ടിട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു. അറിയാവോ? അമ്മൂന് കറക്റ്റ്. സാരമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം എഴുതിയാ? മാള് പറ. ചുമപ്പോ? ബ്ലാക്ക്. രണ്ടുപേർക്കും നടക്കില്ല. ഞാൻ ജനിച്ച അഥവാ വളർന്ന സ്ഥലം. അമ്മ പറ. നീ പറ. മമ്പുഴയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊല്ലമെന്ന എങ്കിൽ രണ്ടുപേർക്കും പോയിന്റ് ഇട്ടിരിക്കാം. എന്റെ ഫോൺ നമ്പറിന്റെ അവസാനത്തെ 3 അക്കങ്ങൾ. ഇത് ചിലപ്പോ മാള് എഴുതാൻ ചാൻസ് ഉണ്ട്. അമ്മുവിന്റെ അടുത്ത് കൊറേ ആയിട്ട് പറയും നിന്റെ നമ്പർ പഠിക്കണി, എന്റെ ഫോൺ നമ്പർ കാണാതെ പഠിക്കണിന്ന്. അമ്മു മാളിന് അറിയായിരുന്നു. ഒന്ന് എഴുതി നോക്കാം, ആദ്യം തൊട്ട് എഴുതി നോക്കുന്നു. പറ. അങ്ങോട്ട് നോക്കി പറ. അമ്മ പറ. 35-41. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? വീട്ടിലായാലും പുറത്ത് എവിടെ പോയാലും വാങ്ങിച്ച് കഴിക്കാറുള്ള ഫുഡ് ഏതാണ്? മാള് പറ. അമ്മ പറ. അല്ല, ചോറ്. ഞാൻ പുറത്ത് എപ്പോ എവിടെ പോയാലും എപ്പോഴും ചോറ്. അമ്മ വേറെ ഏതോ ലോകത്തൊക്കെയാണെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം. എനിക്ക് പാട്ട് കേൾക്കാനാണോ അതോ ഡാൻസ് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? എഴുതുന്നില്ലേ? നോക്കിയിരിക്കുന്നു. ഇരി മോനെ അവിടെ. വാ, എവിടെ ഇരി. മാള് പറ. അല്ല, ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ്. ഞാൻ എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കൂടുതൽ സമയവും ഉപയോഗിക്കുന്ന ആപ്പ്. ചേച്ചിമാരെ ഉപദ്രവിക്കരുത്. എഴുതിയാ? അമ്മ പറ. ഇൻസ്റ്റ ഉപയോഗിക്കാറുണ്ട്, ജെമിനി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഇടയായിട്ട് ഒരുപാട് യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ഫോൺ ഗാലറിയിൽ എന്തിന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? എഴുതിയാ? മാള് പറ. അമ്മ പറ. കൊച്ചയും കുഞ്ഞു. ഞാൻ സാധാരണയായി രാത്രി എത്ര മണിക്കാണ് ഉറങ്ങാൻ കിടക്കാറുള്ളത്? മാളു ചോദ്യം. മോനെ അടിക്കാതരാ. തരത്തില്ലേ? അമ്മു ആൻസർ പറ. 1 മണിക്കാണോ? മാളു 1 മണിക്ക്. ഓക്കെ. 12 മണിയോ 1 മണിയൊക്കെ ആവും ഞാൻ കിടക്കാൻ. പക്ഷെ ഉറങ്ങുന്നത് ഒരു 3-4 മണിയാവും. ഇവ ആ സമയത്ത് ഉറങ്ങത്തോളൂ. രണ്ടുപേർക്കും പോയിട്ടുണ്ടേ. ഞാൻ അവസാനമായി വാങ്ങിയ വസ്ത്രത്തിന്റെ നിറം എന്താണ്? മാള് പറ. അമ്മ പറ. ഗ്രീനോ? അതേതാ? അത് നമ്പി വാങ്ങിച്ചു തന്നതാ. ഞാൻ വാങ്ങിച്ചത് റോസ്. റോസ് മറ്റേ ഞാൻ ഒരു ദിവസം ഏകദേശം എത്ര വട്ടം കണ്ണാടി നോക്കാറുണ്ട്? എന്തെങ്കിലും ഒരു മന്ത്രം ജപിച്ച് ഇയാളെ അട്ടയാക്കി കളയും. മാള് പറ. അമ്മ പറ. 1-2 അത് ആൻസർ എഴുതിയിരിക്കുന്നത്. ഞാൻ ഓൺലൈനിൽ, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഇതില് ഏറ്റവും കൂടുതൽ തിരയാറുള്ള എന്ത് സാധനമാണ്? അമ്മ പറ ആൻസർ. വീട്ടിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ ബെഡിനകത്ത്. ഞാൻ കൂടുതൽ തവണ ദേഷ്യപ്പെടുന്നത് ആരോടാണ്? അമ്മ പറ.
മാള് പറ. എനിക്ക് ആൻസർ തന്നെ വരുന്നത് അറിയായിരുന്നു. രണ്ടുപേരും സ്വയം തന്നെ പറയുമെന്ന്. കാരണം രണ്ടുപേർക്കും ഒരേപോലെ വഴക്ക് കിട്ടാറുണ്ട് വീട്ടിൽ. ഇനിയുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ ചോദ്യങ്ങളാണ്. അത് ആലോചിക്കാതെ ഒറ്റ റൗണ്ടിൽ തന്നെ പെട്ടെന്ന് മറുപടി തരണം. പിന്നെ ബിരിയാണിയാണോ മന്തിയാണോ എനിക്കിഷ്ടം? ബിരിയാണിയാണോ മന്തിയാണോ എനിക്കിഷ്ടം? ബിരിയാണി. അതെ. മഴക്കാലമാണോ വേനൽക്കാലമാണോ എനിക്കിഷ്ടം? എഴുതണ്ട, പറഞ്ഞാൽ മതി. മഴക്കാലം. ഓക്കെ, ശരിയാ. എനിക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? കാപ്പി. കാപ്പി ഇഷ്ടമാണ്, പക്ഷെ കാപ്പി ഒത്തിരി ഇഷ്ടം കുടിക്കാറില്ല. കാപ്പി എനിക്ക് എൻ്റെ ശരീരത്തിന് നല്ലതല്ല, അതുകൊണ്ട് ചായ കുടിക്കുന്നത്. കാപ്പി ഇഷ്ടമാണ്. ചിമ്മുനെ ഉറക്കാൻ ഞാൻ സാധാരണയായി പാടാറുള്ള പാട്ട് ഏതാ? ഉച്ചക്കും കണമണ കണസ വൈകിട്ടും ഗണമണ കൊണസ കുരുപ്പേ ഉറങ്ങടാ. ചിമ്മു വാങ്ങാവൂ. ചിമ്മു ആരെ പോലെ ഇരിക്കുന്നു എന്നാണ് കൂടുതൽ ആളുകളും പറയാറുള്ളത്. കുഞ്ഞിനെ എന്നെ പോലാണ് ചിമ്മു ഇരിക്കുന്നത്, അങ്ങനെയാണ് എല്ലാരും പറയുന്നത്. ആളും ആൻസർ കിട്ടുന്നത്. ചിലവര് പറയുന്ന കേട്ടിട്ടുണ്ട്, കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന. ചില തലക്ക് തിരിവില്ലാത്ത. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹവും കെയറും ചിമ്മുവിന് മാത്രമായാണോ കൊടുക്കുന്നത് എന്നൊരു വിഷമമോ സങ്കടമോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? മാൾ പറ. അമ്മ പറ. അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ചിലപ്പം തോന്നും കുഞ്ഞു സ്നേഹിക്കുമ്പോൾ കുഞ്ഞിന് ചിമ്മുനോടാണ് സ്നേഹം. ചിലപ്പം ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ തോന്നും കുഞ്ഞു ചിമ്മുനെ മറക്കുകയാണോ അതോ ഞങ്ങളോട് സ്നേഹം കൂടുതൽ മറ്റുള്ളത് കാണുമ്പോൾ ചിന്തിക്കുമെന്ന്. പക്ഷെ ചിലപ്പോൾ ചിമ്മുനെ വഴക്ക് പറയുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. ശരിയാ. കൂടുതലും പേര് ഇപ്പൊ ചിമ്മുവിനോട് എനിക്ക് സ്നേഹം കുറഞ്ഞു പോവോ എന്നൊരു ഡൗട്ടുണ്ട് ഇവരെ നോക്കുമ്പം. അത് ചിലവര് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ചിമ്മുനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. കൂടുതലും എല്ലാരും സാധാരണ പൊതുവായി പറയുന്നത് നമ്മളെ സ്വന്തം മക്കളെ ായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം വന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. ഇവര് വന്നപ്പോൾ തോന്നുന്നത് എന്റെ മോനോട് എനിക്ക് സ്നേഹം കുറഞ്ഞോ എന്നുള്ള ഡൗട്ട് മിക്കവർക്കും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇവര് 3 പേരും, അതല്ല അപ്പം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ 4 പേരും എനിക്ക് ഒരുപോലെ ഉള്ളൂ. അതെ, 3 പേരെ ഞാൻ വഴക്ക് പറയാറുണ്ട്. എനിക്ക് 3 പേരോട് സ്നേഹവും ഉണ്ട്. കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ വഴക്ക് പറയും. അവര് നല്ലതാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് ഇതിന് ഓരോ പോയിന്റ് വെച്ച് കൊടുക്കാം. ചേച്ചി അഥവാ അമ്മ നമ്മളെ വിട്ടുപോയതിന് ശേഷം നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞമ്മയായിട്ടാണോ അതോ സ്വന്തം അമ്മയായിട്ടാണോ തോന്നിയിട്ടുള്ളത്? മാള് പറ. ക്യാമറ നോക്കി പറ. അമ്മയായിട്ട്. എന്തെങ്കിലും പറയാനുണ്ടോ അതിനെപ്പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മൂന് പറയാൻ ചാൻസ് തരാം. അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു. അവർക്ക് അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. അമ്മ പറ. അമ്മനെ പോലെ തന്നെയാണ്. അമ്മയാണ്. അമ്മേനെ തന്നെ പോലെയാണ്. ഐ മീൻ അമ്മ ഇപ്പോൾ നമുക്ക് അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും. പക്ഷെ അതിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും കുഞ്ഞിൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിനും ഫ്രീഡം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫ്രീഡം കുഞ്ഞിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള കണക്ക് എനിക്ക് കുറേ വട്ടം തോന്നിയിട്ടുണ്ട്. എന്നാലും അമ്മയുടെ അടുത്ത് ഇങ്ങനെ കിട്ടിയിട്ടില്ല. Missouri, Mississippi, Chattahoochee, Mountbatten, Hudson, Onassis, John Keats flavor. നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല അമ്മയായിട്ട്. ഞാൻ അധികം സ്പെൻഡ് ചെയ്തിട്ടില്ല. മുമ്പ് ഇങ്ങനെ തന്നെ എല്ലാ കാര്യം കൂടുതലും നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞമ്മ മോള് എന്നുള്ള ബന്ധമല്ല, ഫ്രണ്ട്ലി. ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി, പണ്ടേ അങ്ങനെ തന്നെ. എൻ്റെ 2 വയസ്സ് തൊട്ട് ഞാൻ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ 3-ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ അമ്മയുടെ അടുത്ത് പോകുന്നത്. പിന്നെ വീണ്ടും കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് പിന്നെ കല്യാണം ആയപ്പോഴത്തേന് അങ്ങോട്ട്. ചോദ്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. രണ്ടുപേരും സെയിം പോയിന്റ് ആയിട്ട് രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ച അമ്മുവായിരിക്കും ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നതാ. മാള് വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഈ 1 മാസം കൊണ്ട് അവളെ ഇത്രയും മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച മാള് തന്നെയാണെന്ന് നമുക്ക് പറയാം. മാളുവിനെല്ലാം എന്താ പറയാ? അവള് ജയിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മു മാർക്ക് മേടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുഞ്ഞിനെ കുറിച്ചൊന്നും അറിയത്തില്ലേ. അപ്പം മാളുവിന് നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. മാളുവിന് എന്താ വേണ്ടുള്ളത്? എന്ത് ഗിഫ്റ്റാ വേണ്ടുള്ളത്? സമ്മാനം പാവക്കുട്ടി. അപ്പൊ മാളുവിന് നമ്മളൊരു പാവക്കുട്ടി മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ടാറ്റാ. അപ്പൊ ഇതോടെ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ഒരു കണ്ടന്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടാറ്റാ. ടാറ്റ കൊടുക്കുന്നു കൂട്ടാ. ടാറ്റാ.